ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ളോഗ്സ്. ഞാൻ ശ്രീകല. രാവിലെ 4:35 കഴിഞ്ഞ് ഒരു എണീറ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ന് അവസാനത്തെ ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇടാനുള്ളതാണ്. അവസാന ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ഇടുക. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഒന്ന് ആക്റ്റീവ് ആവത്തുള്ളൂ. ഇനിയുണ്ട്, ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്. തൂക്കണം, പിന്നെ വിളക്ക് കത്തിക്കുന്നിടം മാത്രം ഒന്ന് തുടച്ചെടുക്കണം. അവിടെ മാത്രം തുടച്ചിട്ടൊരു എരിമാവ് പോലെ ഇടണം. പിന്നെ വേറെ കുളിക്കണം, വെള്ളം അങ്ങോട്ട് ചൂടാക്കാൻ വെക്കണം. ഭയങ്കര വെയിലാണ്. പിന്നെ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ആ സിൻഡെക്സിൽ കിടക്കുന്ന വെള്ളം ഭയങ്കര തണുപ്പല്ല, എന്നാലും ഒരു തണുപ്പാണ് അതിന്. വെളുപ്പിനെ അത് കോരി തലയിലൊഴിച്ചിട്ട് ഇനി ജലദോഷമൊന്നും ആക്കണ്ടെന്നും പറഞ്ഞ് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. തലയ്ക്ക് ഒഴിക്കുമ്പോൾ മാത്രം അതിനകത്തൊരു ശകലം മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. പിന്നെ കോട്ടുവായൊക്കെ ഇട്ട് ഞാൻ ഇരുന്നാൽ പറ്റത്തില്ല എന്നും പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു കടന്നൽ കുത്തിയായിരുന്നു, അതിൻ്റെ നീര് മാറിയോ നോക്കിയതാണ് വോട്ടിടാൻ പോയതിൻ്റെ അന്ന്. അങ്ങനെ ശരി, ഞാൻ ഇരുന്ന പരിപാടി നടക്കത്തില്ലെന്നും പറഞ്ഞ് പോയി കുളിച്ചിട്ട് വന്നു. വീടെല്ലാം തൂത്ത് ലൈറ്റായിട്ടൊന്ന് തുടച്ച് വിളക്ക് കത്തിക്കുന്നതിന് മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട്, പിന്നെ 5 മണി ആവാറാവുന്നതേ ഉള്ളൂ. നമ്മൾ 5:15 വിളക്ക് കത്തിക്കണം. നേരം വെളുക്കുന്ന 6 മണിക്ക് സൂര്യോദയം ഉണ്ടല്ലോ. സൂര്യോദയത്തിന് 3/4 മണിക്കൂർ മുന്നെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്നാണ് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഒരു 5:15 നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണങ്ങിയ തോർത്തും നനഞ്ഞ തോർത്തും ഒക്കെ ആയിട്ട് എൻ്റെ കാർകൂന്തലിനെ ഒന്ന് ഉണക്കിയെടുക്കുക. ലൈറ്റായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടങ്ങ് ഒരു ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നാൽ മുടി കിടക്കുന്നതങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും 4 മുടിക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കുവാണെങ്കിൽ ഇതൊന്ന് വളർന്നിറങ്ങുവാണെങ്കിൽ എന്തോയിരിക്കും അവസ്ഥ. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഭയങ്കര ചൂടാണ് അങ്ങോട്ട്. പിന്നെ വെളിയിൽ തുറന്നിട്ടില്ല, ഗേറ്റ് തുറന്നിട്ടില്ല. വെളിയിലോട്ടിറങ്ങി പോയി അതൊക്കെ ഒന്ന് തുളിക്കണം. അതൊക്കെ പോർട്ടിക്ക് ഒന്ന് തൂക്കണം. ഇന്നലെ വൈകുന്നേരം തൂക്കണമെന്ന് വിചാരിച്ചിട്ട് ഒത്തില്ല. അപ്പോൾ പിന്നെ രാവിലെ തൂക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ തൂത്തിട്ട് അവിടെ പോയി അതൊക്കെ മേലെ നിന്ന് ശകലം വെള്ളം ഒഴിച്ച് തുളിച്ചിട്ട് വന്ന് നമുക്ക് ആദ്യം തുളസി ദേവിക്കൊരു വിളക്ക് വെച്ചിട്ടാണ് അകത്ത് വന്ന് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ വിളക്ക് വയ്ക്കുന്നത്. തുളിക്കാൻ ഇറങ്ങി പോകുമ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ട് എണ്ണയും തിരിയും പൂവും എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി പോവും. അതെടുത്തുകൊണ്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ തുളിച്ചിട്ടൊക്കെ ആ കാര്യം കഴിഞ്ഞിട്ട് കയറി വരാം. ഈ വെളുപ്പാങ്കാലത്ത് പൗഡറൊക്കെ അടിച്ച് നീ എങ്ങോട്ടാണെന്നൊന്നും ആരും വിചാരിക്കരുത്. കാര്യം നമ്മളൊരു ഫ്രഷ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു നല്ല ഒരു ഫീലിംഗ് അല്ലേ. അപ്പോൾ പോയി എല്ലാ പരിപാടിയെല്ലാം വെളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് 21ാമത്തെ ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വിജയകരമായി ഇട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ആഗ്രഹിച്ച വിളക്കിട്ടത്, അതൊന്ന് നടക്കുന്ന കണക്ക് എനിക്കൊരു സിഗ്നൽ തോന്നുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ച കാര്യം ഒരു 10-15% സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇന്ന് മധുര മീനാക്ഷി അമ്മന് തിരുക്കല്യാണമാണ്. ദേവിക്കും മഹാദേവനും കല്യാണമാണ്. അപ്പം ഈ കല്യാണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ദേവിക്ക് കല്യാണം നടന്ന് കഴിയുമ്പോൾ ദേവിയുടെ കഴുത്തിൽ മഞ്ഞക്കയറ് വെച്ച് താലി ചാർത്തി കഴിയുമ്പം മധുരയിലുള്ള എല്ലാ 3/4 പെണ്ണുങ്ങളും ഭർത്താക്കന്മാരും അമ്പലത്തിൽ പോയി ഇരിക്കുന്നുണ്ട്. ഒരു ജോഡിയായിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് താലി കെട്ടി കൊടുക്കും. പിന്നെ പോകാൻ പറ്റാത്തവർ വീട്ടിൽ പൂജ ചെയ്ത് ഒരു മഞ്ഞക്കയറിനകത്ത് താലിയെല്ലാം വച്ച് നമ്മൾ ആ സമയത്ത് അമ്മയുടെ ദേവിയുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ താലി ചാർത്തും. അപ്പം അത് ഭയങ്കര ആഘോഷമായിട്ടാണ് നടക്കുന്നത്. 1,00,000 പേർക്കൊക്കെയാണ് സദ്യ 7 ടൺ പച്ചക്കറി വെച്ച് ഉണ്ട്. അതാണ് മേലെഴുതി കാണിച്ചിട്ടുണ്ട്. 7 ടൺ പച്ചക്കറി, എത്ര ടൺ അരി. സദ്യ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവിക്കും മഹാദേവനും തിരുക്കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാലയും പിന്നെ താലിയെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ അത് പുതിയ മഞ്ഞക്കയറിനകത്ത് കൊരുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാനും പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതെടുത്ത് കഴുത്തിലിടണം. അപ്പോൾ അതിന് മുന്നെയാണ് ഇത് വീഡിയോ എടുത്തേക്കുന്നത്.
കണ്ടോ ദേവിയുടെ തിരുമംഗല്യം, അത് പൂ വെച്ച് മറച്ചേക്കും. കേരളത്തിലെ കണക്കല്ല, തമിഴ്നാട്ടിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലി വേറൊരു മനുഷ്യൻ കാണത്തില്ല. അത് താലി നമ്മൾ ഡ്രസ്സിനകത്തേ ഇടാവൂ, ഡ്രസ്സിന് വെളിയിടരുത്. അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന താലിയെടുത്ത് ഞാനിട്ട് ദൈവത്തെ വിചാരിച്ച് നമ്മുടെ ചടങ്ങ് നമ്മൾ അങ്ങ് നടത്തി. ആരുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ താലി വേറൊരാൾ കാണത്തില്ല, അതാണ് ഇവിടുത്തെ ശാസ്ത്രം. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനല്ല, താലി നമ്മൾ വെളിയിലിടുക, അത് ഒരു പാവം, അത് വെളിയിലിടുന്ന അതൊരു നല്ലൊരു ഇത്. പക്ഷേ ഇവിടെ വെളിയിടാൻ സമ്മതിക്കത്തില്ല. അത് തലമുറ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ തിരുക്കല്യാണം കഴിഞ്ഞു, വിളക്ക് വിട്ട്. ഈ കുഞ്ഞൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത സുന്ദരമായൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സി യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.